കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയെ ചൊല്ലിയുള്ള CPI ഭിന്നത പരസ്യമാകുന്നു. ഫാക്ടറിയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ലെന്ന് AITUC കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ EC സതീശൻ പറയുന്നുണ്ട്. NDA കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോയിലാണ് വിമർശനം ഉണ്ടായത്. കോഴിക്കോട് നഗരമധ്യത്തിൽ 15 വർഷമായി പൂട്ടിക്കിടക്കുന്ന നെയ്ത്തു ഫാക്ടറിയാണ് കോംട്രസ്റ്റ്. 2018 കോംട്രസ്റ്റ് ഏറ്റെടുക്കൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് CPI തൊഴിലാളി സംഘടനയായ AITUC ജില്ലാ പ്രസിഡന്റ് EC സതീശന്റെ വിമർശനം. NDA കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോയിൽ കൂടിയുള്ള വിമർശനം ഇടതുമുന്നണിക്കകത്തെ ഭിന്നതയാണ് പരസ്യമാക്കുന്നത്. 1500-ലധികം ആളുകൾ ജോലി ചെയ്തിരുന്ന ലോകപ്രശസ്തമായ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമായിരുന്നു കോംട്രസ്റ്റ് എന്ന് പറയുന്നത്. നഷ്ടത്തിലാക്കുന്നത് ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. അവസാനം 2018 ഫെബ്രുവരി 1-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 6 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാണിച്ചില്ല എന്നുള്ളത് ഒരിക്കലും അഭിമാനകരമായിട്ടുള്ള അല്ല, നേരെ മറിച്ച് ലജ്ജാകരമായിട്ടുള്ളതാണ്. ഈ വിമർശനം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമിന് കൂടിയുള്ളതാണെന്ന ആരോപണമുണ്ട്. എളമരം കരീം സംസ്ഥാന വ്യവസായ മന്ത്രിയായിരുന്ന 2009-ലാണ് കോംട്രസ്റ്റ് അടച്ചുപൂട്ടുന്നത്. 2006 മുതൽ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരുന്നു കരീം. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ എളമരം കരീമിന് തിരിച്ചടിയാകാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.